ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വിത്ത് വ്ളോഗ്സ്. അപ്പോൾ നമുക്കൊന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി നമുക്കൊരു കുക്കർ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്താലോ. 15 മിനിറ്റ്സും കൂടെ വേണ്ട, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ കഴുകി വെച്ച ചിക്കനിലോട്ട് പാകത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 സ്പൂൺ തൈരും ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുക. ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുക. ആ ഗ്യാപ്പിൽ നമുക്ക് വേണ്ട അരിയും കുതിർക്കാൻ വെക്കണം കേട്ടോ. ദെൻ ഒരു കുക്കർ വെച്ച ശേഷം നമ്മൾ അതിലോട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് നമ്മളൊരു സവോള സ്ലൈസായി അരിഞ്ഞതും ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ആഡ് ചെയ്ത് വറുത്ത് മാറ്റി വയ്ക്കുക. അതേ ഇതിലോട്ട് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്ത ശേഷം സവോള ആഡ് ചെയ്ത് കൊടുക്കുക, ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ സോട്ട് ചെയ്യുക. അതിലോട്ട് ഇതേ സെയിം നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ അതിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് വയ്ക്കുക. നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക ചിക്കൻ. ദെൻ നമ്മുടെ കഴുകി വെച്ച അരി നമ്മൾ ആ കുക്കറിലോട്ട് ആഡ് ചെയ്തിടാം. നമ്മൾ അരിയും വെള്ളമാണ് ഇതിൽ കറക്റ്റായിട്ട്, അരിക്കനുസരിച്ച് കറക്റ്റ് വെള്ളം വരണം, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കൗണ്ടാട്ടോ എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്, അതിന് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ അരിയും വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒറ്റൊരു വിസിൽ വന്നാൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ എയർ ഫുള്ളായി പോയ ശേഷം മാത്രം, ആ ഫുള്ളായി എയർ പോവുക, ഒരു 15 മിനിറ്റ്സ് എടുക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവോളയും കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ വേവൊക്കെ പക്ക കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.